ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പാസഞ്ചർ കാറുകൾ വിൽക്കുന്ന മാനുഫാക്ചറാണ്. അതുപോലെ തന്നെ പാസഞ്ചർ കാറുകളുടെ മാർക്കറ്റ് ഷെയറിൽ 42% മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിൻ്റെ കയ്യിലാണ്. അപ്പോൾ മാരുതിയുടെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ളത് സേഫ്റ്റിയുടെ കാര്യത്തിൽ മാരുതി കുറച്ച് പുറകിലായിരുന്നു. പുതിയ ഡിസയറിൽ 5 സ്റ്റാർ സേഫ്റ്റിയാണ് മാരുതി കൊണ്ടുവന്നിട്ടുള്ളത്. ഗ്ലോബൽ എൻക്യാപ്പിൽ, അതായത് ഗ്ലോബൽ ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാമിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ഒരു മാരുതി സുസുക്കിയുടെ ഡിസയറിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള സേഫ്റ്റിയുമായുള്ള പ്രശ്നം മാരുതി ഈ ഒരു ഡിസയറിലൂടെ പരിഹരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയ ഡിസയറിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമുക്കറിയാം 4 സിലിണ്ടറിൽ നിന്നും 3 സിലിണ്ടറിലേക്ക് എഞ്ചിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ സേഫ്റ്റിയിൽ കുറേ ഘടകങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ കംഫർട്ട്, ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പുതിയ ഡിസയർ നമുക്ക് പെട്രോൾ ഫ്യൂവലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പെട്രോൾ പ്ലസ് CNG ഓപ്ഷനിലും നമുക്ക് വാഹനം ലഭ്യമാണ്. ഇത് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ AMTയിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും മാരുതി സുസുക്കിയുടെ AGS എന്ന് പറയുന്ന ടെക്നോളജി, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജിയിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 9 വേരിയൻറ്റിലാണ് പുതിയ ഡിസയർ വരുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ LXI ഓപ്ഷന് 8,18,000 രൂപയാണ് റേറ്റ് വരുന്നത്. VXI 9,35,000 രൂപ. VXIയുടെ AMTയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 9,96,000 രൂപ. VXI CNGയിലേക്ക് പോയി കഴിഞ്ഞാൽ 10,49,000 രൂപയാണ് വരുന്നത്. ZXI വേരിയൻറ്റിന് 10,66,000 രൂപയും ZXIയുടെ AMT വേരിയൻറ്റിന് 11,25,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ZXI പ്ലസ് 11,54,000 രൂപ. ZXIയുടെ CNG ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 11,77,000 രൂപയാണ് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ZXI പ്ലസ് AMT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. 12,43,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓൺ റോഡ് പ്രൈസിൻ്റെ കാര്യം എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ മാനുഫാക്ചർ കൊടുക്കുന്ന ഒരു എമൗണ്ടും ഡീലർ കൊടുക്കുന്ന എമൗണ്ടും അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസണിൽ വരുന്ന ആ ഒരു എമൗണ്ടും വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന. ഓരോ മന്തിലും ഡിഫറൻ്റ് ആയിരിക്കും. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 9 വേരിയൻറ്റിലുള്ള നമുക്ക് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് പഴയ ജനറേഷനിലുള്ള സ്വിഫ്റ്റ് ഡിസയർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം 4 സിലിണ്ടർ എഞ്ചിനായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള പവർ ഡെലിവറി ചെയ്യുന്ന എഞ്ചിൻ സ്പെക്കിലായിരുന്നു ആ ഒരു വാഹനം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കാര്യമായിട്ട് വന്നിട്ടുള്ള 2 മാറ്റങ്ങൾ. ഒന്ന്, വാഹനത്തിൻ്റെ സ്ട്രക്ചറൽ റിജിഡിറ്റിയിൽ കാര്യമായ മാറ്റം വന്നു. വാഹനത്തിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കൂടി, ഫ്രെയിമിൻ്റെ വെയിറ്റ് കൂടി, മൊത്തത്തിൽ വാഹനത്തിൻ്റെ ബോഡി വെയിറ്റ് കൂടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വാഹനത്തിന് 5 സ്റ്റാർ ഗ്ലോബൽ എൻക്യാപ്പ് റേറ്റിംഗ് ക്രാഷ് ടെസ്റ്റിൽ കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, എൻജിൻ 4 സിലിണ്ടർ ആയിരുന്നു പഴയ ജനറേഷനിലെ. പക്ഷേ ഇപ്പോൾ അത് 3 സിലിണ്ടറിലേക്ക് മാറ്റി. അതായത് എൻജിൻ്റെ ബോറിലും സ്ട്രോക്കിലും കാര്യമായ മാറ്റങ്ങളൊക്കെ ചെറിയ രീതിയിൽ വരുത്തിയിട്ടുണ്ടെങ്കിലും എൻജിൻ 3 സിലിണ്ടറാണ്. ക്രാങ്ക് ഷാഫ്റ്റ് അൺബാലൻസ്ഡ് ആയിരിക്കും. ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസ് ഉള്ള എൻജിനാണ്. ഡിസയറിൻ്റെ എൻജിനല്ല, 3 സിലിണ്ടറിലെ എൻജിനൊക്കെ ആ ഒരു രീതിയിലാണ് അതിൻ്റെ സ്പെക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു വാഹനം വാങ്ങാൻ പോകുന്ന കസ്റ്റമർ തീർച്ചയായിട്ടും ഓർത്ത് വെക്കണം. മൈലേജ് 4 സിലിണ്ടറിനെക്കാട്ടി കൂടുതൽ 3 സിലിണ്ടറാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള പോരായ്മകൾ 3 സിലിണ്ടർ എൻജിന് ഉണ്ടാകും. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിൻ്റെ പവർ വരുന്നത് 5700 RPM 81.58 PS പവറാണ്. അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 4300 RPM 111.7 ന്യൂട്രൺ മീറ്ററാണ്. ഇതിൻ്റെ മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ ട്രാൻസ്മിഷന് 24.79 AMTക്ക് 25.71 കമ്പനി അവകാശപ്പെടുന്നത്. AMTക്ക് മൈലേജ് 1 കൂടുതലാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത് 37 ലിറ്ററാണ്. ട്രാൻസ്മിഷൻ 5 ഗിയറിലുള്ള മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ AMTയുമാണ് വരുന്നത്. വാഹനത്തിൻ്റെ വെയിറ്റിലാണ് കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുള്ളത്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് വരുന്നത് 1375 കിലോഗ്രാമാണ്. ആ ഒരു വെയിറ്റാണ് നമുക്ക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ ഡിസയറിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ മാരുതി വാഹനങ്ങളിൽ വരുന്ന സെയിം സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും റിയറിൽ ഡ്രം ബ്രേക്ക് അറേഞ്ച്മെൻറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. സസ്പെൻഷൻ സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാക്പേഴ്സൺ സ്റ്റട്ടും അതുപോലെ തന്നെ റിയറിൽ ടോർഷൻ ബീമും. അപ്പോൾ നമുക്കറിയാം ഇതുവരെ മാരുതിയിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനങ്ങൾ വന്നിട്ടില്ല.
അപ്പോൾ ഈ ഒരു ഡിസൈറിൽ നമ്മൾ സാധാ വാഹനങ്ങളിൽ മാരുതിയുടെ വാഹനങ്ങൾക്ക് യൂസ് ചെയ്യുന്ന അതേ സസ്പെൻഷൻ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം എന്ന് വിചാരിക്കാം. അപ്പോൾ വരും വർഷങ്ങളിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി കറക്റ്റ് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു റൈഡ് ചെയ്യുന്ന സമയത്ത്, വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കംഫർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ലോങ് ടേമിൽ അതിൽ യൂസ് ചെയ്ത പാർട്സിൻ്റെയൊക്കെ ഡ്യൂറബിലിറ്റി നമുക്ക് വരും വർഷങ്ങളിൽ മനസ്സിലാകും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് 2 വേരിയൻറ്റിലുള്ള ടയർ സൈസ് നമുക്ക് വരുന്നുണ്ട്. ബേസിൽ നമുക്ക് 14 ഇഞ്ചിൻ്റെ ടയറാണ്. ടോപ്പ് എൻഡ് വാഹനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 15 ഇഞ്ചിൻ്റെ ടയറുകളാണ് വാഹനത്തിൽ നമുക്ക് വരുന്നത്. വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത്ത് വരുന്നത് 3995 മില്ലിമീറ്ററും അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 1735 മില്ലിമീറ്ററാണ്. ഹൈറ്റ് വരുന്നത് 1525 വീൽ ബേസ് 2450 ആണ്. ടേണിംഗ് റേഡിയസ്, സ്റ്റിയറിങ്ങിൻ്റെ ടേണിംഗ് റേഡിയസ് വരുന്നത് 4.8 മീറ്ററാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം മാറ്റം വന്നിട്ടുണ്ട്. 163 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് വരുന്നത് 382 ലിറ്ററാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത്. പഴയ വാഹനങ്ങളിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റം ഇതിന് വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് വൈസ് അല്ലെങ്കിൽ ഡിസൈൻ വൈസ് കാര്യമായ മാറ്റമാണ് പുതിയ ഡിസൈറിൽ മാരുതി കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ടിലെ ഗ്രില്ലായാലും LED ഫ്രണ്ട് ലാമ്പുകളായാലും അലോയ് വീൽസ് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന എയറോഡൈനാമിക് ഡിസൈനിലാണ് കുറച്ചും കൂടി ഈ ഒരു ഡിസൈറിൽ ഡിസൈൻ വൈസിൽ വന്നിട്ടുള്ളത്. കാരണം വാഹനത്തിൻ്റെ ബോഡി വെയ്റ്റ് കൂടി 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ എയറോഡൈനാമിക്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നാൽ മാത്രമേ വാഹനത്തിന് ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൈലേജ് കിട്ടുന്നതിനും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, അത്യാവശ്യം സ്പീഡിൽ പോകുന്ന സമയത്ത് എയറോഡൈനാമിക് ഡിസൈൻ അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രോബാക്ക് വാഹനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നല്ല മികച്ച രീതിയിലുള്ള ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓട്ടോ ഫോൾഡ് ORVMs കൊടുത്തിട്ടുണ്ട്. 3D ട്രിനിറ്റി റിയർ ലാമ്പ് സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ സൺ റൂഫ് വന്നിട്ടുണ്ട്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇലക്ട്രിക് സൺ റൂഫ് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് നമുക്ക് ഇൻറ്റീരിയറിൽ അവൈലബിൾ ആണ്. റിയർ പാസഞ്ചേഴ്സിൻ്റെ സൗകര്യത്തിലേക്കായിട്ട് റിയർ AC വെൻറ്റുകൾ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ കളേഴ്സാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ക്രൂയിസ് കൺട്രോള്, സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിൽ മാരുതി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ടയറുകൾക്ക് ഏതെങ്കിലും ടയറുകളിൽ പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന സംവിധാനവും മാരുതി ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. മാരുതി ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് Z സീരീസിൽപ്പെട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ സ്പെക്കിലുള്ള എഞ്ചിനാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസുള്ള 3 സിലിണ്ടർ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ പരിമിതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവർ ഡെലിവറി നൽകുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു Z സീരീസിൽപ്പെട്ട എഞ്ചിൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡായിട്ട് സേഫ്റ്റി ഫീച്ചറുമായി ബന്ധപ്പെട്ട് 6 എയർ ബാഗ് എല്ലാ വാഹനങ്ങളിലും പുതിയ ഡിസൈറിൽ മാരുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറയും ടോപ്പ് എൻഡ് വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ സൗകര്യങ്ങളുള്ള ടച്ച് സ്ക്രീനും നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ എൻഹാൻസ് സ്ട്രക്ചറൽ റിജിഡിറ്റി കൂടുന്നതിനായിട്ടുള്ളൊരു ഫ്രെയിം സെറ്റപ്പാണ് മാരുതി ഡിസൈർ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വയർലെസ് ചാർജിങ് ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള AGS എന്ന ടെക്നോളജി, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വിക്കായിട്ട് തന്നെ നമുക്ക് ടോർക്ക് കൺവെർട്ടറിൻ്റെ അത്രയ്ക്കുള്ള കംഫർട്ട് കിട്ടുന്നില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഈ ഒരു ട്രാൻസ്മിഷൻ നമുക്ക് നൽകുന്നുണ്ട്. നെക്സ്റ്റ് ജെൻ സുസുക്കി കണക്ട് എന്ന് പറയുന്ന ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സും മാരുതി ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 7 കളറുകളിലാണ് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റെഡ്, ബ്ലൂ, ബ്രൗൺ, ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, സിൽവർ. സേഫ്റ്റി ഫീച്ചേഴ്സുകളായിട്ടുള്ള 6 എയർ ബാഗിൻ്റെ കൂടെ ABS, EBD, ESP, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ തുടങ്ങിയ ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ മാരുതി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പുതിയ ഡിസൈറിൽ മാരുതി ഡിസൈനിൻ്റെ കാര്യത്തിലായാലും ഫീച്ചേഴ്സിൻ്റെയും സേഫ്റ്റിയുടെ കാര്യത്തിലായാലും നല്ല മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ കംഫർട്ടിലും സ്റ്റെബിലിറ്റിയിലും ഡ്രൈവിംഗ് സ്മൂത്ത്നെസ്സും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് തരുന്ന ഒരു സെറ്റപ്പിലാണ് മാരുതി കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ആകെയുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് എഞ്ചിൻ്റെ കാര്യത്തിലാണ്. 3 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പഴയ ജനറേഷനിൽപ്പെട്ട ആ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റെ പവർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുകയില്ല. പിന്നെ ഗവൺമെൻറ് സേഫ്റ്റി സ്റ്റാൻഡേർഡിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് എമിഷൻ സ്റ്റാൻഡേർഡിൽ മാറ്റങ്ങൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മാനുഫാക്ചേഴ്സിന്
4 സിലിണ്ടർ എഞ്ചിനിൽ നിന്നും 3 സിലിണ്ടർ എഞ്ചിനിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 10 ലക്ഷം രൂപയുടെ താഴെയുള്ള സെഡാനും ഹാച്ച് ബാക്ക് എടുത്താൽ തന്നെ നമുക്ക് ആ ഒരു മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അതുപോലെ തന്നെ മാരുതിയുടെ വാഹനമാണ്, സേഫ്റ്റി അത്യാവശ്യം 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നല്ല നെറ്റ്വർക്ക്, സർവീസ് നെറ്റ്വർക്കുള്ള ഒരു ബ്രാൻഡാണ് മാരുതി എന്ന് പറയുന്നത്. നമുക്ക് പാർട്സിൻ്റെ അവൈലബിലിറ്റി, പാർട്സിൻ്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അവൈലബിലിറ്റി നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു നമുക്ക് പാർട്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വെച്ച് പരിഗണിക്കുമ്പോൾ ഈ ഒരു പ്രൈസ് ടാഗിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സെഡാൻ, നല്ലൊരു സെഡാൻ തന്നെയാണ് മാരുതി സുസുക്കിയുടെ ഡിസയർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.